ഇത് കുടകിലെ ദുബാരെ വനമേഖലയാണ്. സദാസമയവും വന്യമൃഗങ്ങൾ വിഹാരിക്കുന്ന ഘോരവനം. മൈസൂർ കോഴിക്കോട് വൈദ്യുതി ലൈൻ വലിക്കുന്നതിനായി മാസങ്ങൾക്ക് മുമ്പ് വൻ മരംകൊള്ള നടന്ന പ്രദേശം. വനമധ്യത്തിൽ പലയിടത്തും ടവർ നിർമ്മാണം ആരംഭിച്ചതിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഈ വനത്തിൽ വന്യമൃഗങ്ങൾ അപൂർവമാണ്. പകരം സമീപത്തെ കർഷകരുടെ തോട്ടങ്ങളിൽ വന്യമൃഗശല്യം കുത്തനെ വർദ്ധിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഖൈഗ പദ്ധതി പ്രകാരം വൈദ്യുതി ലൈൻ വലിക്കാനാണ് വ്യാപകമായ വനനശീകരണം ഇവിടെ നടന്നത്. ഇത് കുടകിലെ കർഷകർ ശക്തിയുക്തം എതിർത്തതോടെ അധികൃതർ മരമുറി താൽക്കാലികമായി നിർത്തിവെച്ചു. 20 ഹെക്ടറിലധികം വനമേഖലയിൽ നിന്ന് ഈട്ടി ഉൾപ്പെടെയുള്ള മരങ്ങൾക്കിവിടെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കോടാലി പതിച്ചു. മരങ്ങൾ മുറിച്ച വനത്തിൽ കർഷകർ വീണ്ടും മരത്തൈ വെച്ചു. പിന്നീട് കർഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ശക്തമായ തുടർ പോരാട്ടത്തിന് കുടക് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. There is an alternate available without cutting even a single tree. But for strange reasons, to facilitate the timber lobby and the corrupt politicians, the Power Grid Corporation of India Limited, as PGCL, has taken a wrong decision of taking this route to cutting lakh trees in Kodagu and as well as about couple of lakh trees in Kerala. വൈദ്യുതി ലൈനിന് 52 മീറ്റർ വീതിയിൽ മരം മുറിക്കാനാണ് അനുമതിയെങ്കിലും 100 മീറ്ററിലധികമായി വനനശീകരണം നടന്നത് പലയിടങ്ങളിലും ഞങ്ങൾക്ക് കാണാനായി. പദ്ധതി വന്നാൽ ദുബാരെ വനത്തിൻ്റെ നല്ലൊരു ഭാഗം അമർച്ച ചെയ്യേണ്ടി വരും. ജൈവസമ്പന്നമായ ഈ വനം അമർച്ച ചെയ്യാതെ ഒരു കാരണവശാലും വൈദ്യുതി ലൈൻ ഇതിലെ കൊണ്ടുവരാനാകില്ല. തൽഫലമായി വൻ മരം കൊള്ളയ്ക്ക് തന്നെ വഴിയൊരുങ്ങും. കേരളത്തിൽ നിന്നുള്ള ടിമ്പർ മാഫിയയായിരിക്കും ഇതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ. 55 കിലോമീറ്ററോളം ദൂരം കുടകിലെ കൃഷിയിടങ്ങളും തണ്ണീർത്തടങ്ങളും തകർത്തുകൊണ്ടുവരുന്ന വൈദ്യുതി ലൈൻ വയനാട്ടിലെ അവശേഷിക്കുന്ന നിത്യഹരിത വനത്തെ കൂടി ഇല്ലാതാക്കും. പദ്ധതിക്കെതിരെ കുടകിലെ കർഷകർ സമരം ചെയ്യുമ്പോൾ ഇത് വയനാട്ടിലുണ്ടാകുന്ന പ്രത്യാഘാതം മുഖ്യധാരാ സമൂഹത്തിൽ ചർച്ചയേ ആകുന്നില്ല. കുടകിലെ ദുബാരെ വനമേഖലയിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ.